ഹായ് ഹാപ്പി ന്യൂ ഇയർ. പോയി മൊത്തം പോയി. ഈ 2006 മൊത്തം പോയി. ഒരു കൊല്ലം മൊത്തം പോയി. അതെന്താ ചേട്ടാ അങ്ങനെ ഒരു ടോക്ക്? ഇരിക്കുക രാവിലെ പാടത്ത് കൊക്കിരിക്കുന്നവര്. അല്ല വച്ചേ, നിന്റെ അവിടെ ഹാപ്പി ന്യൂ ഇയർ ഇന്നലെ ഈ ക്രിസ്മസും ഇതെല്ലാം ഒക്കെ കഴിഞ്ഞതല്ലേ, നിനക്ക് പൊയ്ക്കൂടായിരുന്നോ? എന്നോട് സുബു സാറ് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ. ഇന്ന് ഹോളിഡേ അല്ലേ, പിന്നെന്താ? ചുപ്ലി സാറല്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണത്, എൻ്റെ ശോഭനമോളാണ്. പിന്നെ ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനും. അതിന് കുയിനൊന്നുമില്ല. നേരത്തെ വീട്ടിൽ ചെല്ലാൻ നോക്ക്. വീട്ടിൽ പറയാനും ചോദിക്കാനും ആരുമില്ല. അതുകൊണ്ട് അതെ, ഞങ്ങൾ കുറച്ച് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ്, മനസ്സിലായില്ലേ? അതിന് എന്നെ കണ്ട അങ്ങനെ തോന്നില്ലേ? എന്ത് മാന്യനായിട്ട്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരുമാതിരി വർത്താനം പറഞ്ഞോണ്ടല്ലോ, ഞാനും കുടുംബത്തിൽ പറഞ്ഞ പെങ്കൊച്ച. അത് കണ്ടപ്പോ മനസ്സിലായി കുടുംബത്ത് പറഞ്ഞതാണെന്ന്. അതുകൊണ്ടാണല്ലോ രാത്രി ഇവിടെ വന്ന് കിടന്നിട്ട് ഒരുമാതിരി വർത്താനം പറഞ്ഞോണ്ടല്ലോ കൈ ചൂണ്ടി പറഞ്ഞത് എനിക്ക് ഇഷ്ടം. എന്ത് ചെയ്യോടോ? ഞാനേ നന്നായി അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന പെങ്കൊച്ച, അല്ലാതെ തന്നെ പോലെ വലിഞ്ഞേരി വന്ന് ഇവിടെ കിടക്കുന്നതല്ല. അയ്യേ, ഞാടെ വലിഞ്ഞേറി വന്നല്ല, നിന്റെ മറ്റേ ഇതുണ്ടല്ലോ സുപ്ലുമായി, അവനവിടെ വലിഞ്ഞേറി വന്നത്. മനസ്സിലായില്ലേ? എൻ്റെ ശോഭനമ്മളെ ഓർത്ത് മാത്രമാണ് ഞാനൊന്നും മിണ്ടാത്തത്. അല്ലെങ്കിൽ എന്നവനൊക്കെ ചവിട്ടി കൂട്ടി ഞാൻ പുറത്തറിയേണ്ടതാ. കാരണം ഓരോന്നിനെ കൂട്ടിക്കൊണ്ടിരിക്കുക. അതെ, തന്നെ കുറിച്ച് എനിക്കറിയാം. എന്നെ കുറിച്ച് എന്തറിയാ? എനിക്കെല്ലാം അറിയാം തന്നെ കുറിച്ച്. തന്റെ ഒരുമാതിരി വർത്താനം ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് ഇറക്കാൻ വരണ്ട. പിന്നെ നിന്റെ അടുത്ത് ഇറക്കിയിട്ട് വേണം എനിക്ക് വേറെ കാര്യം നടത്താൻ. നീ മര്യാദക്ക് ഇറങ്ങി പോകുന്നോ അതോ നിന്റെ കഴുത്തിൽ പിടിച്ച് ഞാൻ പുറത്തറിയണോ? അതെന്റെ സുബ്ബു സാറ് പറയട്ടെ, അപ്പൊ ഞാൻ പോവാം. നിന്റെ കപ്പിൾ സാറല്ലേ ഇവിടെ തീരുമാനിക്കുന്നത്? അതെ, ഇവിടത്തെ കാര്യസ്ഥ ഞാനാ. എന്റെ കാര്യം തീരുമാനിക്കുന്നത് സുബ്ബു സാറ്. ഓഫീസിൽ, ഇവിടെയല്ല. മനസ്സിലായില്ലേ? ഇവിടെ വീടെല്ലും പാടിയും മലത്തി പൊളിച്ചിടും. എന്റെ സോമനമോട് വരുമ്പോഴേക്കും എല്ലാം ശരിയാക്കുന്നുണ്ട്. ഹലോ. ഹലോ സുബു, എവിടാ നീ? ഞാൻ എന്റെ വീട്ടില്. നീ എന്താ ഇങ്ങോട്ട് വരാത്തെ? ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? എനിക്ക് മിസ്സാവുന്നു. നീ ഇങ്ങോട്ട് വാ. അതിന് നീ അവിടെ വേറെ പെൺകൊച്ചിനെ കൊണ്ട് നിർത്തിയേക്കല്ലേ? അതൊരു മണ്ടോതിരിയാ. നീ ഇവിടെ പണിക്കുന്നു. നീ പോയിരുന്നിട്ട് ഒന്നും പറഞ്ഞുണ്ടാക്കാതെ. ഞാൻ ഇനി ഒരാഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നുള്ളൂ. നീ അങ്ങനെ പറയല്ലേ, നിന്നെ മിസ് ചെയ്യുന്നു. കുറച്ച് മിസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഞാനൊരു കല്യാണം കഴിച്ചു, അതാണ് പറ്റിയത്. പോയിരുന്നിട്ട് തമാശയൊക്കെ പറയാം. എനിക്ക് മടുത്തു ജീവിതം. നീ എന്തും പറഞ്ഞാ കല്യാണം കഴിച്ചത്? ഒരു സിനിമാക്കാരനൊന്നും പറഞ്ഞ. എന്നിട്ട് നിന്റെ പേര് എവിടെയെങ്കിലും വന്നോ? അടുത്ത ആഴ്ച വരുന്നുണ്ട്, അത് പറയാനാ ഞാൻ വിളിച്ച്. പോസ്റ്ററോട്ട് ചേര് വരില്ലായിരിക്കും. എവിടെ നിന്ന് എന്തുവാ ചെയ്യുന്നേ? ഞാൻ അങ്ങോട്ട് കൗണ്ടർ അടിക്കണം, നീ ഇങ്ങോട്ട് കൗണ്ടർ അടിച്ച് എന്നെ പഠിപ്പിക്കണ്ട. എന്റെ സുബു, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് നിന്നോട് മാത്രം സംസാരിക്കാൻ താല്പര്യമുള്ളൂ. ഓ പിന്നെ വലിയ കാര്യമായി പോയി. എന്നിട്ട് പോവാമോന്ന്? എല്ലാം നന്നായിട്ട് കഴിക്കണം കേട്ടോ, ചീക്കൊന്നും ചെറുതാക്കരുത്. എന്റെ പൊന്നു സുബു, നിർത്ത നിന്റെ സോപ്പിടിയില്. കേട്ട് കേട്ട് ഞാൻ മടുത്ത്. ഞാൻ വെച്ചാ പിന്നെ വിളിക്കത്തില്ല കേട്ടോ. നീ വിളിക്കണ്ട, അത്ര സമാധാനം. അപ്പോ മൊത്തം മഞ്ഞ കളറാണല്ലോ, നല്ലോണം വെള്ളം കുടിക്കണം. ഇത് മഞ്ഞപ്പിത്തം വരും. ഗുഡ് മോർണിംഗ്. രാത്രി ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആ ബെഡ്റൂമിന്റെ ജനലിലും ബാത്റൂമിലൊക്കെ ഒന്ന് ഒളിഞ്ഞു നോക്കിയായിരുന്നു, പക്ഷെ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇയാളെന്തിനാ ഒളിഞ്ഞു നോക്കണേ? അല്ല, മൂത്രമൊഴിക്കാൻ വന്ന കൂട്ടത്തിൽ കുട്ടി സുരക്ഷിതമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ് ഞാൻ. സേഫ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നല്ലേ? ഞാൻ ഈ ന്യൂ ഇയർ തൊട്ടേ കുറച്ച് റെസൊല്യൂഷൻസ് എടുത്താലോ എന്ന് ആലോചിക്കുക. നല്ലതാ, വളരെ നല്ല തീരുമാനം. ഞാൻ പ്രധാനമായിട്ടും ഇടയ്ക്കൊക്കെ ചെറിയ സ്മോളൊക്കെ അടിക്കും ഞാനേ, അപ്പോൾ കള്ളുകൂടി അങ്ങ് നിർത്താൻ തീരുമാനിച്ചു. നല്ലതാ, വളരെ നല്ല തീരുമാനമാണ്, ഒട്ടും മാറ്റണ്ട. അല്ല, ഇയാളുടെ ഈ കുടികാരനല്ലേ ഇയാളുടെ ഭാര്യ പോയി എന്ന് പറഞ്ഞേ? അതൊക്കെ നാട്ടുകാർ ചുമ്മാ പറയുന്ന. നിന്നോടാര് പറഞ്ഞു? എന്നോട് സുബു സാറ് പറഞ്ഞു. അവനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ണിക്കടി ഉള്ളത്. അവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്, പ്രത്യേകിച്ച് എന്നെ കുറിച്ച്. അപ്പൊ അതൊക്കെ കള്ളമായിരുന്നോ? അത് കള്ളമാണെന്ന് അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. എന്നാൽ അപ്പൊ അത് തന്നെയാണ് സത്യം. അല്ലല്ലല്ല, അവർക്ക് അവിടെ വീട്ടിൽ അവിടെ അച്ഛനും അമ്മയ്ക്കും വയ്യാണ്ടിരിക്കുക. അപ്പൊ അവരെ നോക്കാൻ വേണ്ടിട്ട് കുറച്ച് ദിവസം പോയി നിന്നേ ഉള്ളൂ. പിന്നെന്താ വരാഞ്ഞ്? അത് എനിക്കിപ്പോ തൽക്കാലം മനസ്സിലായി. എന്നാ ഇത് ചൊല്ലിയാവണോ? നീ പണ്ടാരം അവളും അഴകാണ്. ഇവിടെ മറ്റേ സൂര്യയുടെ വാരണമായ സിനിമ അല്ലേ? അല്ല, സിനിമയ്ക്ക് ഗൗതം മേനോനെ ഞാനാണ് കുറച്ച് എഴുതാനൊക്കെ. ചാട്ട എങ്ങോട്ടാന്ന് മനസ്സിലായി, വേണ്ട മതി, നിർത്തിക്കോ. കുട്ടി എന്നെ ചേട്ടാന്ന് വിളിക്കില്ല, എനിക്ക് എന്തോ ഒരു ഹേർട്ട് ചെയ്യുന്നു. കുട്ടി എന്നെ മാമാന്ന് വിളിച്ചാൽ മതി. അല്ലേലും എന്റെ മാമന്റെ പ്രായമുണ്ട് തനിക്ക്, പിന്നെ വിഷമാവുണ്ടല്ലോ എന്ന് വെച്ച് ചേട്ടാന്ന് വിളിച്ചതാ. അല്ലല്ല, ആ മാമനല്ല ഞാൻ ഉദ്ദേശിച്ച. ഈ കെട്ടാൻ പോകുന്ന പെൺപിള്ളേരൊക്കെ തമിഴ്നാട്ടിൽ പറയത്തില്ലേ, മുറമാമൻ.
മുറമാമ ഷുഗറിന്റെയും ബിപിന്റെയും ഒക്കെ മരുന്ന് കഴിച്ചായിരുന്നാ? അയ്യോ മറന്നുപോയി. എന്നാ ആദ്യം പോയി അത് കഴിക്കി, അത് അല്ലെങ്കിൽ ശരിയാണല്ലോ. ഷുഗറും ബിപിയും കൂടും. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ, എനിക്ക് ഫുഡ് കഴിക്കാൻ സമയം. ഇവൾ എന്നെ ആക്കിയതാണോ? ഇതേലാട്ട് പറയാനുള്ള പറഞ്ഞില്ലേ. അല്ല അമിനോ, ഇപ്പോൾ നമ്മളെ മറ്റേ ആ 7 ആർട്സ് ക്ലബിൻ്റെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയറിന്? ഓ, പരിപാടിയെല്ലാം അടിപൊളിയായിരുന്നു. കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു, മാർഗം കളി ഉണ്ടായിരുന്നു, തിരുവാതിര ഉണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ കളി ഉണ്ടായിരുന്നു. ആണോ? ആ എനിക്ക് എപ്പോഴും ഓർമ്മ വരും എന്താണെന്നറിയോ, ഒരു പ്രാവശ്യേ ഞാൻ ഇതേമാതിരി ന്യൂ ഇയറിന് എല്ലാവരും പരിപാടി കാണാൻ പോയപ്പോൾ എൻ്റെ വീടിൻ്റെ മതിലാടി ഓർമ്മ ഉണ്ടോ എനിക്ക്? ഒന്ന് പോയിക്കാം. ഇപ്പോഴും അതിപ്പോൾ പറയുമ്പോൾ എൻ്റെ അങ്ങനെ കയ്യിൻ്റെ രോമം അങ്ങനെ എണീക്കും ഇങ്ങനെ. അന്ന് എന്റെ ഇക്കാക്കന്മാര് ഓടിച്ചിട്ട് തല്ലി തുറന്നുണ്ടോ? ഓന് പിരാന്താന്ന്. നിനക്കുണ്ടൊക്കെ എൻ്റെ കൈമിലോനെ എന്തെങ്കിലും കിട്ടും. അന്നൊക്കെ ഇട്ട് ഇവിടുത്തെ പരിപാടിയൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം ഓനെ മുഖത്തൊക്കെ 4 ചോദ്യം ചോദിച്ചിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം അവൻ്റെ മോന്തൊക്കെ നോക്കിയിട്ട്. ഓനെൻ്റെ ഭാര്യയിൽ നോക്കിയിട്ട് അന്ന് ഒരു കുത്തുകുത്തിയാണ്, ഞാൻ മറക്കൂല അത്. ഇക്കാക്ക് 2025 എനിക്ക് കിട്ടിയ സമ്മാനം എന്താണെന്നറിയോ? എന്താണ്? അതിക്കയാ. ഇങ്ങനെ പറഞ്ഞു കൊല്ലും സ്നേഹിച്ചിട്ട്. പിന്നെ എന്തൊക്കെ 2020 ആകുമ്പോഴേക്ക് ഇപ്പം 25 ആയല്ലോ അല്ലേ, 30 ആകുമ്പോഴേക്ക് നമ്മളെ നിക്കാഹൊക്കെ നടക്കുമായിരിക്കൂലേ? ആ നടക്കും. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട. ഇപ്പം തന്നെ ഒരേഴ മുടിയില്ല തലയിൽ. മുടിയില്ലേലും എൻ്റെ ഒക്കെ ഷട്ടുമണിയാ. അതാ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴാണ് എനിക്ക് അലമാരിയുടെ മണ്ടേന്ന് ഞാൻ എടുത്ത് ഇന്നലെ രാത്രി ഇവിടെ വെച്ചു. അവിടെ വെച്ച് കഴിഞ്ഞാണ് ഇവിടെ ഞാൻ കണ്ടത്. അപ്പം അവിടം വരെ കണ്ടിട്ടില്ല. ഡി ഇന്ന് ഓഫീസിൽ പോണ്ടേ നിനക്ക്? ഇന്ന് ഹോളിഡേ അല്ലേ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നും അവിടെ പോയിരിക്കണമെന്ന്? ഇന്ന് ഹോളിഡേ അല്ലേ, അപ്പൊ എന്തിനാ ഓഫീസിൽ പോണേ? ഞാൻ അലമാരിയുടെ മണ്ട വെച്ച് സ്ക്രിപ്റ്റ് കണ്ടു. നീ ഏത് സ്ക്രിപ്റ്റ്? ഞാൻ കണ്ടില്ലല്ലോ. ഏത് സ്ക്രിപ്റ്റ് ഒന്നും? പിന്നെ ഞാൻ നിന്നെ ഇവിടെ കാശും മുടക്കി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്ന എന്ത് കാര്യത്തിനാ? അല്ല, ആ സ്ക്രിപ്റ്റ് ഞാൻ അവിടെ വെച്ചത് ഞാൻ കണ്ടില്ല എന്നാ പറഞ്ഞേ. നിനക്കെന്തോ ഇവിടെ ജോലി? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുമ്പോ അപ്പൊ സ്ക്രിപ്റ്റ് അതിനുള്ളിൽ വരുമോ? അതെ. അപ്പൊ നിനക്ക് അറിയത്തില്ലെന്ന് പറയാൻ എന്തോ ഒരു കഴമ്പ് പോലും ഇല്ലല്ലോ അതിനകത്ത്. അല്ല, അതവിടെ വെച്ചത് ഞാൻ കണ്ടില്ല. ഇപ്പൊ എന്തായി അതിന് മാത്രം സംഭവിച്ചേ? അത് ഇന്ന് പ്രൊഡ്യൂസർ ഇന്ന് ഡേറ്റ് തന്നേക്കായിരുന്നു പോയി സംസാരിക്കാൻ. എല്ലാ അപ്രൂവലും ആയിരുന്നു. ഇപ്പൊ സ്ക്രിപ്റ്റ് കാണുന്നില്ല. ആ സ്ക്രിപ്റ്റ് എങ്ങനെ കാണാതായി? ഞാൻ CBIയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് കാണാഞ്ഞെ ഞാനൊരു ഡോഗ് സ്ക്വാഡിനെയും കൊണ്ടുവന്നേച്ചൊന്ന് നോക്കാം സ്ക്രിപ്റ്റ് കാണാഞ്ഞേ. അപ്പം ഭവതി ഇവിടെ ഇരുന്നേച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതി സ്ക്രിപ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത്. സ്ക്രിപ്റ്റ് കാണാഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ അടുത്ത് ചോദിച്ചത്. കണ്ടോ? അല്ല, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവണം? ഒന്ന് നന്നായി നോക്കിയാൽ കാണും. നീ ഒന്ന് പോയി നോക്കി. നീ ഇവിടെ നിന്ന് സൂയിക്കുമില്ലേ? നീ ഒന്ന് എഴുതട്ടെ. ഇത് എന്തുവാ ഇതിനകത്ത് കുത്തിക്കൊണ്ടിരിക്കുക? എഴുന്നിട്ടൊന്ന് പോയി നോക്കി. ചേട്ടൻ നോക്കിയായിരുന്നു? ഇല്ല, ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഒരു ഗുരുക്കളുടെ മാല ഇട്ടു. ശരി, ഞാൻ നോക്കാം. ഞാൻ നോക്കിയിട്ട് അവിടെ കണ്ടാൽ നിനക്ക് ഇവിടെ നിൽക്കാം. ഇല്ലെങ്കിൽ അമ്പയർ കൈപ്പൊക്കെ കാണിക്കത്തില്ല. ഔട്ട്, ഗെറ്റ് ഔട്ട്. അതെന്തിന്? സ്ക്രിപ്റ്റ് ചേട്ടന്റെ ഉത്തരവാദിത്തമല്ലേ വെച്ചത് സൂക്ഷിക്കുക എന്നുള്ളത്? നീ ഒരു 10 സെക്കൻഡ് മുന്നേ പറഞ്ഞായിരുന്നല്ലോ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ എന്ന്. അതിന് ഇത്ര മാത്രം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്നോ? 10 ലക്ഷം രൂപ അഡ്വാൻസ് കിട്ടേണ്ടതാ ഇന്ന്. മനസ്സിലായി, എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ അത് കണ്ടുപിടിച്ചു തരാം. നീ നാളിനെ കണ്ടോ? ഇല്ല, അന്ന് ക്രിസ്മസിന് വന്നിട്ട് പോയതല്ലേ? അന്ന് നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ, ഞാൻ ഉണ്ടായിരുന്നു. ഞാനും അന്നാ ലാസ്റ്റ് കണ്ടത്. അരി 10,000 എലി ഇവിടെ ഇല്ലെങ്കിൽ വേറെ എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. മുത്തു ഇങ്ങോട്ട് വന്നോ? മുത്തു ഇങ്ങോട്ട് വന്നോന്ന്? ഇല്ല, വന്നില്ല. നീ ഇത് ഞോണ്ടിക്കരിക്കാൻ പോയി സ്ക്രിപ്റ്റ് നോക്കൂ. ആ ശരി, ഞാൻ സ്ക്രിപ്റ്റ് നോക്കാം. ഇവിടെ വെക്കാം. ഇവിടെ നീ എടുത്തിട്ട് പോ. ശരി. ഫോൺ ഞാൻ 2 ആഴ്ച കഴിഞ്ഞേ തരുന്നുള്ളൂ. ഞാൻ പോയി മുത്തുനെ ഒന്ന് നോക്കിയേച്ച് വരാം. നീ കണ്ടുപിടിച്ചേച്ച് എൻ്റെ അടുത്തോ, അപ്പം ഞാൻ തരാം ഫോണ്. മുത്തു ഇനി താഴെ കാണുമോ? മറ്റേ ലാലച്ചാതി പെണ്ണുപിള്ളയുടെ കൂടെ എവിടെയും പോയി കാണും. അയ്യോ, പെണ്ണുപിള്ള വേണ്ട, മുത്തുൻ്റെ അടുത്ത് പോയി നോക്കാം.